ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. നോർമൽ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, ഉള്ളിയൊക്കെ ചതച്ച അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കോൺഫ്ലവർ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ബിരിയാണിക്കല്ലേ, അപ്പോൾ കോൺഫ്ലവറിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു കിലോ അടുത്തുണ്ട് ചിക്കൻ. ഒരു 3/4 കിലോയിൽ കൂടുതലുണ്ടായിരിക്കും. നമുക്കത് ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാം. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മുരിയൊന്നും വേണ്ട, ബിരിയാണിക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അല്ലാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാതും നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. ചിക്കൻ മൊത്തം ഇങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് ചിക്കൻ പൊരിച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ കുറച്ച് ഡാൽഡ കൂടി ഇട്ട് കൊടുക്കാം. ഞാനെപ്പോഴും ഡാൽഡയിലാണ് ബിരിയാണി വെക്കുന്നത്. ഡാൽഡയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല കുറവ് വേണ്ടവർക്ക് 5-6 ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാളക്കൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളിയാണ്. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയും പുതിനയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ കളർ അധികം ആവശ്യമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് എല്ലാതൊന്ന് സെറ്റാക്കി എടുക്കാം. ചിക്കനും മസാലയൊക്കെ തമ്മിൽ ഒന്ന്
നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. കുറച്ചുകൂടെ മല്ലിയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്, അപ്പോൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തൈര് നേരത്തെ തക്കാളി ചേർത്തുകൊണ്ട് അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് പുളിയായി പോവും. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ചോറൊന്നും ആയിട്ടുണ്ട്. നന്നായിട്ട് വേവിക്കണ്ട, ഇനി ദമ്മിൽ കയറുന്ന കുറച്ച് വേവും. പിന്നെ ഒരു വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെന്ത് വന്നിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ആദ്യത്തിലേറെയായിട്ട് ചോറിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് മല്ലി പുതിന ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മേലേക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ചോറിന് ലെവലാക്കാം എല്ലാ ഭാഗത്തേക്കും. നമുക്ക് ചോറിന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മല്ലിയില പുതിന ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ ചിക്കൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 ലെയർ ചോറായിട്ടാണ് ഞാൻ വെക്കുന്നത്. 2 ലെയർ മസാലയും അങ്ങനെയാണ് വെക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലി പുതിന ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ വെക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ആവിയൊന്നും പുറത്തു പോകാത്ത വിധം കവർ ചെയ്തിട്ട് അതിന് മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫാക്കി, എന്നിട്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചോറും ചിക്കനും തമ്മിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അധികം വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു